വർഷം 1958. റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെതിരെയുള്ള യൂറോപ്യൻ കപ്പ് മത്സരം കളിക്കാൻ യുഗോസ്ലോവിയയിലേക്ക് വിമാനം കയറിയതാണ് സർ മാറ്റ് ബസ്ബിയുടെ നേതൃത്വത്തിലുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം. ആ മത്സരം 3-3 എന്ന സ്കോറിൽ ആവേശകരമായ സമനിലയിൽ അവസാനിച്ചു. മത്സരശേഷം ടീം ഒന്നാകെ മാഞ്ചസ്റ്ററിലേക്ക് തിരിക്കുകയാണ്. എന്നാൽ അവർ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല തിരികെ വരുന്ന വഴിയിൽ ഒരു വലിയ ദുരന്തം അവരെ കാത്തിരിപ്പുണ്ടെന്ന്. അടുത്ത ദിവസം ലോകം ഞെട്ടിയുണരുന്നത് ആ വാർത്ത കേട്ടുകൊണ്ടാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരങ്ങളും ഒഫീഷ്യൽസും അടക്കം 44 യാത്രക്കാരോളം ഉണ്ടായിരുന്ന ആ വിമാനം മ്യൂണിക്കിൽ വെച്ച് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. 20 പേർക്ക് അവരുടെ ജീവൻ നഷ്ടമായി. വരും ദിവസങ്ങളിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 3 പേർ കൂടെ മരണത്തിന് കീഴടങ്ങി. മ്യൂണിക്കിലെ പ്ലെയിൻ ദുരന്തത്തിൽ യുണൈറ്റഡിന് നഷ്ടപ്പെട്ടത് 8 ഫസ്റ്റ് ടീം പ്ലേയേഴ്സ് അടക്കം 23 പേരെയാണ്. അന്ന് യുണൈറ്റഡ് ആരാധകരും ഫുട്ബോൾ ലോകവും കണ്ണീരണിഞ്ഞു. ഫെബ്രുവരി 6 എന്ന തീയതി മനസ്സിലേക്ക് എത്തുമ്പോൾ ഇന്നും യുണൈറ്റഡ് ആരാധകരുടെ നെഞ്ചിൽ ഒരു വിങ്ങലാണ്. ഇത്രയും വലിയ ദുരന്തത്തെ നേരിട്ട യുണൈറ്റഡിന് ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ല എന്നാണ് പലരും കണക്ക് കൂട്ടിയത്. എന്നാൽ അവിടെ നിന്നിങ്ങോട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും അവരുടെ ആരാധകർക്കും പറയാനുള്ളത് ഒരു അതിജീവനത്തിന്റെ കഥയാണ്. ടീമിനു വേണ്ടി സർവ്വതും സമർപ്പിച്ച മാനേജർമാരുടെ കഥ, ടീമിനെ ഇടനെഞ്ചോട് ചേർത്ത ആരാധകരുടെ കഥ, അവർക്ക് വേണ്ടി കളിക്കളത്തിൽ മാന്ത്രികത വിരിയിച്ച ഒരു കൂട്ടം മായാജാലക്കാരുടെ കഥ. ദ സ്റ്റോറി ഓഫ് എ സർവൈവൽ. പ്ലെയിൻ ക്രാഷിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് നടന്നു കയറിയ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളായിരുന്നു അന്നത്തെ യുണൈറ്റഡിന്റെ മാനേജറായിരുന്ന മാറ്റ് ബസ്ബിയും അവരുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്ന സാക്ഷാൽ സർ ബോബി ചാൾട്ടണും. എല്ലാം നഷ്ടപ്പെട്ട യുണൈറ്റഡിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇവർ 2 പേരും ഒത്തൊരുമിച്ചപ്പോൾ പിന്നീട് ക്ലബ് ഫുട്ബോളിന്റെ അമരത്തേക്ക് പടിപടിയായി ഉയർന്നു വരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് പിന്നീട് ഫുട്ബോൾ ലോകം കണ്ടത്. ബോബി ചാൾട്ടന്റെ നായകത്വത്തിൽ ടീമിനെ ഉയർച്ചയിലെത്തിക്കാൻ മാറ്റ് ബസ്ബി കണ്ട ഏറ്റവും മികച്ച ആയുധങ്ങളിൽ ഒന്നായിരുന്നു നോർത്തേൺ അയർലൻഡിന്റെ 17-കാരനായിരുന്ന ജോർജ് ബെസ്റ്റ് എന്ന ആ വിങ്ങറെ. മുന്നേറ്റ നിരയിലേക്ക് ജോർജ് ബെസ്റ്റ് കൂടെ എത്തിയതോടെ പതിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തലയുയർത്തി തുടങ്ങി. വിധി ഞങ്ങളെ എത്ര വലിയ ദുരന്തത്തിലേക്ക് തള്ളിയിട്ടാലും അവിടെ നിന്നെല്ലാം ഞങ്ങളുടെ ടീം ചിറകടിച്ച് പാറിപ്പറന്ന് ഉയരത്തിലേക്ക് വരുമെന്ന് അവരുടെ ആരാധകരും ഉറച്ചു വിശ്വസിച്ചു. മാറ്റ് ബസ്ബിയുടെയും സംഘത്തിന്റെയും ഓരോ വിജയങ്ങളും ടീമിനെ ഹൃദയത്തോട് ചേർത്ത ആ ആരാധകർക്ക് വേണ്ടിയാണ്. മ്യൂണിക് ദുരന്തത്തിന് ശേഷം 10 വർഷം പിന്നിട്ട് 1968 ആയപ്പോഴേക്കും അവരുടെ ചിരകാല സ്വപ്നമായിരുന്ന യൂറോപ്യൻ കപ്പ് കിരീടവും ബോബി ചാൾട്ടണും സംഘവും ഓൾഡ് ട്രഫോർഡ് എന്ന അവരുടെ തട്ടകത്തിലെത്തിച്ചു. യുണൈറ്റഡിന്റെ ഐതിഹാസികപരമായ തിരിച്ചുവരവിനെ പറ്റി പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ക്ലബിന്റെ പേരും അവരുടെ പ്രസിഡന്റിന്റെ പേരുമുണ്ട്. റയൽ മാഡ്രിഡും അവരുടെ പ്രസിഡന്റായിരുന്ന സാക്ഷാൽ സാന്റിയാഗോ ബെർണബ്യൂവും. 1950-കളിൽ മാറ്റ് ബസ്ബിയുടെ ബുസ്ബി ബേബ്സ് യുണൈറ്റഡിന്റെ യുവദിന തരംഗമായി മാറിയിരുന്നു. പതിറ്റാണ്ടുകളോളം കിരീടങ്ങൾ നേടാതിരുന്ന ടീമിനെ കിരീടങ്ങളിലേക്ക് ബുസ്ബി നയിച്ചു. യുണൈറ്റഡിന്റെ യുവനിരയിൽ ആകൃഷ്ടനായ റയൽ പ്രസിഡന്റ് സാന്റിയാഗോ ബെർണബ്യൂ 1957-ൽ മാറ്റ് ബസ്ബിയെ മാഡ്രിഡിന്റെ പരിശീലകനാകാൻ ക്ഷണിച്ചു. നിങ്ങൾക്കായി മാഡ്രിഡിൽ ഒരു സ്വർഗം കാത്തിരിക്കുന്നു എന്നായിരുന്നു ബെർണബ്യൂവിന്റെ ഓഫർ. എന്നാൽ തന്റെ സ്വർഗം മാഞ്ചസ്റ്ററിലാണെന്ന് പറഞ്ഞുകൊണ്ട് ബുസ്ബി ആ ഓഫർ സ്നേഹത്തോടെ നിരസിച്ചു. എന്നാൽ 1958-ലുണ്ടായ മ്യൂണിക് ദുരന്തത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. മാറ്റ് ബസ്ബി മാഡ്രിഡിന്റെ ഓഫർ നിരസിച്ചെങ്കിലും ബെർണബ്യൂവിന്റെ അടുത്ത സുഹൃത്തായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. പ്രതിസന്ധി കാലത്ത് യുണൈറ്റഡിനെ എല്ലാം മറന്ന് സഹായിക്കാൻ സാന്റിയാഗോ ബെർണബ്യൂവും റയൽ മാഡ്രിഡും മുന്നോട്ട് വന്നു. മറ്റൊരു ക്ലബിനും കഴിയാത്ത തരത്തിൽ യുണൈറ്റഡിന്റെ താരങ്ങൾക്ക് സ്പെയിനിലെ മാഡ്രിഡിന്റെ ആശുപത്രി അനുവദിച്ചു നൽകി. യുണൈറ്റഡിന് വേണ്ടി ഫ്ലാഗുകൾ നിർമ്മിച്ച് സ്പെയിനിൽ വിൽപ്പന നടത്തി അതിന്റെ തുകയെല്ലാം യുണൈറ്റഡിന് വേണ്ടി കൈമാറി. മാഡ്രിഡിന്റെ അക്കാലത്തെ ഏറ്റവും മികച്ച താരമായിരുന്ന ആൽഫ്രഡോ ഡി സ്റ്റെഫാനോയെ ലോണിൽ യുണൈറ്റഡിന് നൽകാനും ബെർണബ്യൂ ഒരുക്കമായി. എന്നാൽ ബ്രിട്ടനിലെ ഫുട്ബോൾ അസോസിയേഷൻ ഈ നീക്കം മുടക്കി. അതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി സൗഹൃദ മത്സരങ്ങളുടെ ഒരു പരമ്പര നടത്തി അതിൽ നിന്ന് ലഭിച്ച തുക യുണൈറ്റഡിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അവർ സമ്മാനിച്ചു. ഒരു പതിറ്റാണ്ടിനിപ്പുറം ബുസ്ബിയുടെ യുണൈറ്റഡ് യൂറോപ്പിലെ ചാമ്പ്യന്മാരായി. സെമിഫൈനലിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചുകൊണ്ട്. അന്ന് സാന്റിയാഗോ ബെർണബ്യൂ പറഞ്ഞ വാക്കിതായിരുന്നു, ഞങ്ങളെ ആരെങ്കിലും തോൽപ്പിക്കുമെങ്കിൽ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കുന്നു. 2 വ്യക്തികൾ തമ്മിലുണ്ടായിരുന്ന ആ സൗഹൃദം 2 ക്ലബിന്റെയും ചരിത്രമായി മാറുകയായിരുന്നു. ജോർജ് ബെസ്റ്റിന്റെയും മാറ്റ് ബസ്ബിയുടെയും ബോബി ചാൾട്ടന്റെയും കാലത്തിന് ശേഷം വീണ്ടും ഒരുപാട് പ്രതിസന്ധികൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തേടിയെത്തി. എന്നാൽ അതിൽ നിന്നെല്ലാം അവരെ കരകയറ്റാൻ ദൈവം ഒരു രക്ഷകനെ നിയമിച്ചിരുന്നു. സ്കോട്ട്ലൻഡുകാരനായ ഒരു രക്ഷകനെ. അദ്ദേഹത്തിന്റെ പേരായിരുന്നു സാക്ഷാൽ അലക്സ് ഫെർഗൂസൻ.
അന്ന് ലീഗിലെ ഏറ്റവും മോശം അവസ്ഥയിലായിരുന്ന യുണൈറ്റഡ് ഫെർഗൂസന്റെ തോളിലേറി വീണ്ടും ഫുട്ബോൾ ലോകത്തിന്റെ ഉയരങ്ങളിലേക്ക് ചിറകുകൾ വിരിച്ച് പാറിപ്പറക്കുന്ന കാഴ്ച ഗ്ലോറി ഗ്ലോറി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ ആരാധകരും ഏറെ സന്തോഷത്തോടെ നോക്കി നിന്നു. തനിക്ക് മുന്നേ ക്ലബിനെ നയിച്ച ഇതിഹാസങ്ങളിൽ നിന്നും എല്ലാ മാതൃകയും ഉൾക്കൊണ്ടുകൊണ്ടാണ് അലക്സ് ഫെർഗൂസനും ടീമിനെ ഉടച്ചു വാർത്തത്. 1986 നായകത്വം ഏറ്റെടുത്ത് 1990 ആയപ്പോഴേക്കും FA കപ്പ് കിരീടം ഫെർഗൂസൻ ഓൾഡ് ട്രാഫോർഡ് എന്ന ചുവന്ന തട്ടകത്തിലേക്ക് എത്തിച്ചു. ഫെർഗിയുടെയും കൂട്ടരുടെയും 4 വർഷം നീണ്ട കാത്തിരിപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായിരുന്നു ആ കിരീടം. എന്നാൽ അത് വെറും ഒരു തുടക്കം മാത്രമായിരുന്നു. 26 വർഷത്തോളം ടീമിനെ നയിച്ച് 38ഓളം ട്രോഫികളാണ് ചുവന്ന ചെകുത്താന്മാരുടെ ചെകുത്താൻ കോട്ടയിലേക്ക് ഫെർഗൂസൻ എത്തിച്ചത്. അതോടൊപ്പം ആരാധകർക്ക് എന്നും മനസ്സിലോർക്കാൻ രോമാഞ്ചം നിറയുന്ന ഒരു പിടി മുഹൂർത്തങ്ങളും ഫുട്ബോൾ ചരിത്രത്തിൽ തന്റേതായ സ്ഥാനം പതിപ്പിച്ച ഒരു പിടി മികച്ച താരങ്ങളെയും അദ്ദേഹം ലോകത്തിനായി സമ്മാനിച്ചു. ചുവന്ന ചെകുത്താന്മാർ അവിസ്മരണീയമാക്കിയ 99 UCL ഫൈനൽ എങ്ങനെയാണ് യുണൈറ്റഡ് ആരാധകർക്ക് മറക്കാൻ കഴിയുക? 90,000-ലേറെ കാണികൾ തിങ്ങി നിറഞ്ഞ ക്യാമ്പ് നൗ മൈതാനത്ത് ബയൺ മ്യൂണിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡും കിരീട പോരാട്ടത്തിനു വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ 6-ാം മിനിറ്റിൽ ബാസ്ലറിന്റെ സുന്ദരമായ ഫ്രീ കിക്ക് ഗോളിലൂടെ ബയൺ മ്യൂണിക് മുന്നിലെത്തുന്നു. മത്സരത്തിന്റെ 91-ാം മിനിറ്റ് വരെ ആ ആധിപത്യം ബയൺ മ്യൂണിക് തുടർന്നു. എന്നാൽ 67-ാം മിനിറ്റിലും 81-ാം മിനിറ്റിലും സാക്ഷാൽ അലക്സ് ഫെർഗൂസന്റെ തലയിലുദിച്ച സബ്സ്റ്റിറ്റ്യൂഷൻസ് മത്സരത്തെ അവസാന നിമിഷം ബയണിന്റെ കയ്യിൽ നിന്നും തട്ടിയകറ്റി. 67-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ഡെനിസ് ഷെറിംഗ്ഹാം മത്സരത്തിന്റെ 91-ാം മിനിറ്റിലും 81-ാം മിനിറ്റിൽ കളിക്കളത്തിലെത്തിയ സോൾഷെയർ 93-ാം മിനിറ്റിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി വലകുലുക്കി. ബയണിന്റെ ഗോൾ കീപ്പറായിരുന്ന ഒലിവർ കാനും കൂട്ടാളികളും ഒരു നിമിഷം നിശബ്ദരായി. അലക്സ് ഫെർഗൂസന്റെ ടാക്ടിക്കൽ ചേഞ്ചസും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പോരാട്ട വീര്യവും കണ്ട ആ മത്സരം ഇന്നും ഫുട്ബോൾ ആരാധകർക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മധുരസുന്ദരമായ തിരിച്ചുവരവുകളിലൊന്നായി ആ മത്സരത്തെ ലോകം എന്നും വാഴ്ത്തിപ്പാടും. ഫെർഗിയുടെ ടീമിലെ ഓരോ പൊസിഷനിലെയും താരങ്ങളെ അദ്ദേഹത്തിന്റെ ടീമിലെ വജ്രായുധങ്ങളാക്കി മാറ്റി. ഗോൾ ബാറിന് താഴെ പാറിപ്പറന്ന് നടന്ന പീറ്റർ സ്മൈഷലും എഡ്വിൻ വാൻഡർസാറും, പ്രതിരോധത്തിൽ ഉരുക്കുകോട്ട കെട്ടിയ വിഡിച്ചും റിയോ ഫെർഡിനാൻഡും ഗ്യാരി നെവില്ലും, മധ്യനിരയിൽ തന്ത്രങ്ങൾ മെനഞ്ഞ പൗൾ ഷോൾസും പാർജി സംഗും റിയാൻ ഗിഗ്സും ഡേവിഡ് ബെക്കാമും, മുന്നേറ്റത്തിൽ എതിരാളികളെ വിറപ്പിച്ച സോൾഷെയറും നിസ്റ്റൽ റോയും വെയിൻ റൂണിയും, യോർക്കും ആൻഡി കോളും റൊണാൾഡോയുമെല്ലാം ഫെർഗി യുഗത്തിൽ ക്ലബിൽ ഇതിഹാസ ചരിത്രം രചിച്ചവരിൽ ചിലരാണ്. ഫെർഗി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പടിയിറങ്ങിയ ശേഷം പിന്നീട് അവർക്ക് ഇങ്ങോട്ട് അത്ര നല്ല കാലമല്ല. പ്രധാന കിരീടങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയാതെ ടീം ഇപ്പോഴും പ്രതിസന്ധി ഘട്ടത്തിലാണ്. എന്നാൽ സോൾഷെയറിന്റെ സംഘത്തിലേക്ക് ബ്രൂണോ ഫെർണാണ്ടസ് കൂടെ എത്തിയതോടെ അത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഇന്ന് ടീമിന്റെ എല്ലാമാണ് അദ്ദേഹം. ഒരു താരത്തിന് കഠിനാധ്വാനത്തിലൂടെ ടീമിൽ എന്തെല്ലാം ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാവുമോ അതെല്ലാം ബ്രൂണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് കൂട്ടായി ടീമിൽ മികച്ച യുവതാരങ്ങളുള്ളതും അവർക്ക് പ്രതീക്ഷയാണ്. അവരുടെ ചരിത്രത്തിൽ ഇതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് 20 പ്രീമിയർ ലീഗ് കിരീടങ്ങളടക്കം നിരവധി നേട്ടങ്ങൾ അവർ സ്വന്തമാക്കിയത്. എല്ലാ കാലത്തും അവർക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചുകൊണ്ട്